നാടകക്കാരി PR-ന്റെ ബലത്തിൽ നിൽക്കുന്നോളെ എന്നൊക്കെ നമ്മുടെ അനുമോളെ കയറി ആതിരെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഇതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഫ്രണ്ട്സുകൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, വഴക്കിടും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരാളുടെ നെഗറ്റീവ്സും അയാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ആദില എന്ന് പറയുന്ന വ്യക്തി വെറും വിഷം ചീറ്റുന്ന ഒരു വ്യക്തിയാണെന്ന്. അതിൽ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഭേദം നൂറയാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ആദില എന്ന് പറയുന്ന വ്യക്തി തികച്ചും ഒരു വിഷവിത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അനുമോളുടെ അടുത്ത് സ്നേഹത്തിൽ അവിടെ കാണിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അനുമോളോട് ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ആദിലിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നുണ്ടായ സംഭവത്തിൽ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ആദിലയും അനുമോളും തമ്മിൽ വീണ്ടും വഴക്കാവുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് എന്ന് അനുമോള് പറയുന്നതും ആദിലയും നൂറയും അവിടെ കരഞ്ഞുകൊണ്ട് ഡ്രാമ ഇറക്കുന്നതും ഒക്കെ പ്രമോയില് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രാമ. ഇന്ന് ആദില തന്നെ വിളിച്ചു പറഞ്ഞതാണ്, നീ ആ മരച്ചോട്ടിൽ പോയിരുന്ന് കരയെ, ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന് കരഞ്ഞ് ഡ്രാമകൾക്ക് എന്ന് ആദില ഇന്ന് അനുമോളെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ ആദിലയും നൂറയും കൂടി അവിടെ ഞങ്ങളെ സ്നേഹിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് ഡയലോഗ് ഇടുന്ന ഒരു സീൻ നമ്മളവിടെ കണ്ടു. അപ്പൊ ഞാൻ പറയും, ഇവിടെ ആദിലയും നൂറയും പക്ക ഡ്രാമ കളിക്കുകയാണെന്ന്. അനുമോൾക്ക് എതിരെയുള്ള ഗെയിമാണ് അവിടെ ആദിലയും നൂറയും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം. കാരണം നൂറ ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 5 വന്നിട്ടുണ്ട്, ഫിനാലെ വീക്കിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അഹങ്കാരം. അപ്പോ അവിടെ ആദിലയ്ക്ക് പുറത്തു പോവുകയും വേണം. ആദില പുറത്തു പോയാൽ മാത്രമേ നൂറയ്ക്ക് അവിടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 2 പേർക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരാളിലേക്ക് ചുരുങ്ങണം. അങ്ങനെ ചുരുങ്ങിയാൽ മാത്രമേ നൂറയ്ക്ക് അവിടെ സപ്പോർട്ട് കൂടുതൽ കിട്ടും, നൂറയ്ക്ക് അവിടെ മുൻപന്തിയിൽ വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആദിലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആദിലയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം, നൂറയെ സേഫ് ആക്കണം. നൂറയ്ക്ക് വിജയിക്കാനുള്ള പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടിയതിന് തുല്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പോൾ ആദിലയും നൂറയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയത്തിൽ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റെന്നാണ് നിങ്ങൾക്ക് തോന്നിയത്? എൻ്റെ ഒരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദിലയുടെ ഭാഗത്തും സാബുമേന്റെ ഭാഗത്താണെന്നാണ് ഞാൻ പറയാം. അനു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടല്ല ബിഗ് ബോസ് വീടെന്ന് അനുമോള് ചിന്തിച്ചില്ല. അതാണ് അനുമോൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെ വീട്ടിലാണ് നമ്മൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറി ബാക്കി വെക്കുന്നു, കുറച്ച് ചോറുണ്ട്, കറി ബാക്കിയുണ്ട്, വേറെ ആർക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബിഗ് ബോസ് വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീതിച്ചു കൊടുത്തേക്കുക, കാര്യം കഴിഞ്ഞു. പക്ഷെ അനുമോള് ഞാൻ പിടിച്ച മുയലിനെ 3 കൊമ്പ് എന്നുള്ള വാശിയിൽ അവിടെ പിടിച്ചു നിന്നു. അവിടെയാണ് അനുമോൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന സാബുമാന്റെ പ്ലേറ്റ് അവിടെ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ടായിരുന്നു. സാബുമാന്റെ പ്ലേറ്റിൽ എന്തോരം കറി ഉണ്ടായിരുന്നു, ഇഷ്ടപ്രകാരം കറി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തിനാണ് സാബു അവിടെ വഴക്കുണ്ടാക്കിയത്? കുറച്ചും കൂടി കറി താ, കുറച്ചും കൂടി കറി താ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കുണ്ടാക്കിയത്. ഏതാണ്ട് ഞാൻ കുറച്ച് ചോറുണ്ടെന്നതിന് എനിക്ക് ചോറിനനുസരിച്ച് കുറച്ച് കറിയെ തന്നുള്ളൂ എന്നുള്ള ഒരു കള്ളം എന്തിനാണ് അവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് സാബുമാനും ആദിലയും ഇന്ന് അവിടെ നടത്തിയ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഇന്ന് സാബുമാനെ പൊളിച്ചടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നെവിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു സാബുവിടെ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അവിടെ നടുക്ക് നിന്നിട്ട് ചോര കുടിക്കുന്ന മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ഗെയിമാണ് സാബു എന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനു. ശരിയാണ്, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ നീയും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്ന തരത്തില് അനുമോൾ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആ കലിപ്പ് അവിടെ സാബുവിനുണ്ട്. ആ കലിപ്പ് സാബു ഒന്ന് തീർത്തതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. തോന്നിയാലും ഇപ്പൊ തെറ്റി പറയാനും പറ്റില്ല. കാരണം അവിടെ എല്ലാവർക്കും തുല്യമായിട്ട് അവിടെ കറി വിളമ്പിയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് കറി അനുവിനെ സംബന്ധിച്ചിടത്തോളം ചോറ് ബാക്കിയുണ്ട്, ചോറിന്റെ ഒപ്പം കഴിക്കാൻ വന്ന് മാറ്റിവെച്ചു. ചെയ്യാൻ പാടില്ലാത്തതാണ് ബിഗ് ബോസ് വീട്ടിലായതുകൊണ്ട്. പക്ഷെ എന്നിട്ടാണ് ഇവരെല്ലാവരും കറി തുല്യമായിട്ട് എല്ലാവർക്കും വിളമ്പണം. ചോറ് ഇനിയും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ചോറെടുത്തോട്ടെ, അവർ കറി ബാക്കി വെച്ചിട്ട് ചോറെടുത്തുണ്ടോട്ടെ എന്നൊരു ന്യായമാണ് അവർ പറഞ്ഞത്. അവരത് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചോറ് കൂടുതൽ വേണ്ടവര് ആ കറി കൂട്ടി കഴിച്ചോട്ടെ എന്ന് പറയുന്നത് അതും ഒരു വശത്ത് നോക്കി കഴിഞ്ഞാൽ ന്യായമായ കാര്യമാണ്. അവിടെയാണ് ഇവര് ആ ഒരു പോയിന്റിൽ പിടിച്ചാണ് ആ വഴക്ക് അവിടെ ആരംഭിച്ചത്. അപ്പോൾ ഈ പറയുന്ന ആദിലയും സാബുമോനും കിച്ചൺ ടീമിലുള്ളതാണ്. 2 പേരും കിച്ചണിലോട്ട് തിരിഞ്ഞു നോക്കില്ല. എന്തെങ്കിലും പേരിന് വന്ന് ചെയ്താൽ ചെയ്തു, സഹായിച്ചാൽ സഹായിച്ചു.
കിച്ചണിൽ വന്ന് ഏറ്റവും കൂടുതൽ അനുമോളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷാണ്. അതുകൊണ്ട് തന്നെ അനുമോള് പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് അവിടെ ഏക വ്യക്തി മാത്രമാണ് വാദിച്ചത്. അത് അനീഷ് മാത്രമായിരുന്നു അനുമോൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സംസാരിച്ചത്. ആ സംസാരിച്ചതിന്റെ പേരിൽ അനീഷിനെ വിളിക്കാത്ത ചീത്തയും അനീഷിനെ പറയാത്ത കാര്യങ്ങളും സാബുമാനും ആതിരയും ഇല്ല. അവർ രണ്ടുപേരും കൂടിയിട്ട് അനീഷിനെ അവിടെ കളിയാക്കുകയും മോശമായിട്ട് സംസാരിക്കുകയും അനീഷിന്റെ അടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അനു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അനുവിനെ മനസ്സിലാക്കാൻ സാധിച്ചത് ആകെ ഈ പറയുന്ന അനീഷിനെ മാത്രമായിരുന്നു. ഈ പറയുന്ന വഴക്കാണ് പിന്നീട് വീടിനുള്ളിലുള്ള എല്ലാവരും കൂടിയിട്ട് അനുവിനെ അറ്റാക്ക് ചെയ്ത് ഒരു വലിയ വഴക്കായിട്ട് തന്നത്. അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അനു പറഞ്ഞതിൽ ന്യായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ആ ന്യായത്തിനൊപ്പം നിൽക്കാനല്ല, അവർക്ക് എല്ലാവർക്കും തുല്യമായി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അനുവിന് വിളമ്പി കൊടുക്കായിരുന്നു. അത് അനു ചെയ്തില്ല എന്നുള്ളതാണ് അനുവിന്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അനുവിനെ മാക്സിമം ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ആദില. കിച്ചണിൽ പണിയെടുക്കാനോ ആ പണി എനിക്കൊന്ന് സഹായിക്കാനോ ഈ പറയുന്ന ആദിലയ്ക്ക് വയ്യ. എല്ലാം വെച്ചുണ്ടാക്കിയത് ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്തവർക്ക് അത് കാണുന്ന സമയത്ത് വലിയ സുഖമൊന്നും തോന്നില്ല. കാരണം പണിയെടുത്ത് മുഴുവൻ ഞാൻ, എന്നിട്ട് അവള് വലിയ അധികാരത്തിൽ വിളമ്പി കൊടുക്കുന്നതാണ് ആർക്കും സഹിക്കില്ല. ആ ഒരു കുശും അസൂയം തന്നെയായിരുന്നു അനുമോൾക്ക് ഞാൻ അവിടെ കണ്ടത്. ഞാൻ വിളമ്പിക്കോളാം, ഞാൻ വെച്ചുണ്ടാക്കിയതാണെങ്കിൽ ഞാൻ വിളമ്പിക്കോളാം എന്നൊരു വാശിയായിരുന്നു അനുമോൾക്ക് അവിടെ കണ്ടത്. അവിടെ ആദില വന്ന് ഞാൻ വിളമ്പിക്കോളാം എന്നുള്ള അഹങ്കാരം. എന്നിട്ട് അനുമോൾ അത് എതിർത്തതിനെ ആദില പറയാത്ത വാക്കുകളില്ല അനുമോള്. എന്ത് മോശമായിട്ടാണ് അനുമോളെ കുറിച്ച് അവിടെ സംസാരിച്ചത്. നീ ആ ഫേക്ക് ഡ്രാമ കളിക്കാതിരിക്കും, നീ വലിയ നാടകം കളിക്കാതിരിക്കും, നീ വലിയ നന്മമരം കളിക്കണ്ട, നീ പോയിരുന്ന് ക്യാമറ നോക്കിയിരുന്ന് കരയെ. എന്തൊക്കെയാ മോശമായിട്ട് അവിടെ ആദില അനുമോളെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കരുത് കേട്ടോ ഒരിക്കലും. ഞാൻ ഒരിക്കലും ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല. ഇനി വീണ്ടും അവർ പേച്ചപ്പാവും. എനിക്കറിയാം ഈ പറയുന്ന അനുമോളെ എത്ര കിട്ടിയാലും പഠിക്കാനും പോകുന്നില്ല, എത്ര കൊണ്ടാലും മനസ്സിലാക്കാനും പോകുന്നില്ല, വീണ്ടും പേച്ചപ്പാവും. ഇവിടെ ആദിലെന്ന് പറയുമ്പോൾ വന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടായിരുന്നു പ്രമോല്. അതുപോലെ വന്ന് കരഞ്ഞു മെഴുകുമ്പോൾ വീണ്ടും അനുമോൾ അത് സോൾവ് ചെയ്ത് വീണ്ടും അവരുമായിട്ട് കൂട്ടുകൂടും. പക്ഷെ ഞാൻ പറയുന്നു, ഈ അനുമോളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവരുമായിട്ടുള്ള കൂട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള കൂട്ട് കണ്ട് അനുമോൾക്ക് അത്ര നെഗറ്റീവാണ് പുറത്ത് ഉണ്ടായിട്ടുള്ളത്. അത്ര നെഗടിച്ചിട്ടുണ്ട് ഇവർ. അതുപോലെ അനുമോളെ പുറത്തേക്ക് നെഗറ്റീവ് ആക്കി ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ച് അനുമോൾ അത് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം. ഇന്നാണ് അനുമോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അടുക്കളയിൽ പണിയെടുക്കാത്ത കാര്യം ജസ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നൊരു വാചകം അനുമോൾ പറയുന്നത് ഇന്നാണ്. അല്ലാതെ ഇവരെ കുറിച്ച് മോശമായിട്ട് അനുമോൾ ഇന്നേ വരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നേരെ തിരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. താനും ആദിലയും നൂറയും അനുമോളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ പറയുന്ന അനുമോള് ഇവരുടെ പിന്നാലെ ചെല്ലും, ഇവരോട് വീണ്ടും കൂട്ടുകൂടും. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് അനുമോളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എത്ര കൊണ്ടാലും പഠിക്കില്ല. ഈ ആദിലെ നൂറേനും ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം ലൈവില് 1 മണിക്കൂറിലധികം കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ ഒരു പരക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഇതെന്താണ് ഇവരോട് ഇത്രമാത്രം സംസാരിച്ചത്? അനുമോളെ ടാർഗറ്റ് ചെയ്യാനാണോ, അനുമോൾക്കെതിരെ ഗെയിം കളിക്കാനുള്ള പ്ലാനിങ് കൊടുത്തതാണോ എന്നൊക്കെ പ്രേക്ഷകരിൽ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഇന്ന് വിളിച്ചു പറയുന്നതാണ്, നീ PR പിൻബലത്തിൽ ഇവിടെ നിൽക്കുന്നതിനെയാണ് ഇത്ര അഹങ്കരിക്കുന്നതെന്ന് ആദിലെ നൂറയോ മറ്റോ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, അനുമോൾക്ക് PR പിൻബലത്തിലൊന്നും വേണ്ട അവിടെ വന്ന് നിൽക്കാനായിട്ടെന്ന് ഒന്ന് മനസ്സിലാക്കും. പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും. PR ഉള്ളതുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നതെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ PR ഉള്ള ഒരുപാട് മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഒക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ഒക്കേനും ചവിട്ടി പുറത്താക്കി എന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അനുമോളുടെ ഗെയിമും അനുമോൾ അവിടെ നന്നായി ടാസ്കിൽ ഇത്തിരി പരാജയമാണല്ലേ, അത് ഞാൻ മാറ്റി വയ്ക്കുന്നു. നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ അവിടെ എനിക്ക് അനുമോളുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ? അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അതായത് ക്യാരക്ടറിൽ, അതായത് ഒരു പോസിറ്റീവ് ഉള്ള പോലെ തന്നെ അനുമോള് കുറേ കാര്യങ്ങളിൽ നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇത് അനുമോൾ അവിടെ ഹൈഡ് ചെയ്യുന്നില്ല. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ ഹൗസിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ അനുമോളുടെ ഏറ്റവും പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുമോൾ അവിടെ ഡ്രാമ കളിച്ച് കരഞ്ഞ് പിരിഞ്ഞ് എന്താ പറയുക ഫേക്കായിട്ട് അവിടെ നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കരച്ചിൽ വരുമ്പോൾ കരയും, ദേഷ്യപ്പെടുന്ന സമയത്ത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും, വാശി കാണിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് അനുമോളുടെ റിയൽ ക്യാരക്ടറാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ പാവ ഒരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും എന്നൊരു നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചൊരു പാവമായിട്ടാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. അത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നിയത് വിളിച്ചു പറയില്ല. ചിലപ്പോൾ വാക്കുകളൊക്കെ കയ്യിൽ നിന്ന് പോകും. അവിടെയാണ് അനുമോൾക്ക്
ഇത്തിരി തെറ്റ് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR ആണെന്ന് പറഞ്ഞ് പരത്തുന്ന കുറേ എണ്ണുണ്ടല്ലോ. ഞാൻ പറയാം അത് അസൂയും കുശുമ്പും മാത്രമാണെന്ന്. കാരണം അനുമോളെ വർഷങ്ങളായിട്ട് അറിയാവുന്നവർ തന്നെ പറയുന്നുണ്ട് അനുമോൾ അത്രയും പിശിക്കാണ്, പണത്തിന് അത്ര ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി 16 ലക്ഷത്തിന് PR കൊടുത്തിട്ട് ബിഗ് ബോസിൽ പോകാന്ന് പറഞ്ഞാൽ ജന്മത്ത് നടക്കാത്ത കാര്യമാണെന്ന് ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെ അനുമോളെ അറിയാവുന്നവരെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലാക്കുന്നവരെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനിയിപ്പോ അനുമോളെ എത്ര നെഗറ്റീവ് അടിപ്പിക്കാനും എത്ര മോശക്കാരിയാക്കാനും ഇനിയിപ്പോ ആദിലെ നൂറയും ബാക്കിയുള്ളവരും ശ്രമിച്ചാൽ പോലും ഇനി അനുമോളെ നെഗറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല മക്കളെ. അനുമോൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഇപ്പൊ ഏറ്റവും ഫാൻ ബേസ് ഉള്ള 2 പേരെന്ന് പറയുന്നത് അനീഷും അനുമോളും തന്നെയാണ്. ഇവരിൽ ഒരാളായിരിക്കും തീർച്ചയായും കപ്പെടുക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഇനി കപ്പ് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവരെ 2 പേരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് എതിരെ കളിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എനിക്ക് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും, നല്ല ജലദോഷം തൊണ്ടവേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, സംസാരിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.